അങ്ങനെ എല്ലാവർക്കും നമ്മുടെ മണാലി യാത്രയിൽ അവസാന ദിവസത്തേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുളുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിയാസ് നദിയാണ്. നമ്മുടെ ഉരുൾപൊട്ടലും ലാൻഡ് സ്ലൈഡും ഒക്കെ ആയിട്ട് തപ്പിട്ട് പൊട്ടിയ ബിയാസ് നദി ഫുൾ ഉരുളം കല്ലുകളാണ്. ഈ നോർത്ത് ഈസ്റ്റ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഹിമാലയം ഏരിയ സംസ്ഥാനങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: മഴവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞുരുകി വരുന്ന വെള്ളത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നല്ല ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുളുവിലേക്ക് പോവുകയാണ്. നമുക്ക് 3 കാര്യങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന്, നമുക്ക് റിവർ റാഫ്റ്റ് ചെയ്യണം, പിന്നെ പാരാഗ്ലൈഡിങ്, പിന്നെ നമുക്ക് നഗർ കാസിൽ എന്ന് പറഞ്ഞൊരു കൊട്ടാരമുണ്ട്, 500 വർഷം പഴക്കമുള്ള, അവിടെ പോകണം. 1460 AD 1460 കുളുവിലെ രാജാവായ സിദ്ധ് സിംഗ് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണത്. ഹിമാലയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാണ്. 500 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. കല്ലിലും തടിയിലും കൊത്തുപണികളോടുകൂടി നിർമ്മിച്ചൊരു കൊട്ടാരമാണ് സിദ്ധ് സിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ കുളുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ കുളുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം എത്തിയിരിക്കുന്നത് പാരാഗ്ലൈഡിങ് പോയിന്റിലേക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നഗർകാസിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. നേരെ റിവർ റാഫ്റ്റിംഗ് പോയിന്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടീമായിട്ട് വരുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സും ആവും. കുളുവിലെ പാരാഗ്ലൈഡിങ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറേ ടീമുണ്ട് പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. നമ്മൾ ആ മലയിൽ ഇവിടുന്ന് 2500 രൂപയാണ് ടോപ്പ് ഹയസ്റ്റിലേക്ക് പാരാഗ്ലൈഡിങ്ങിന് പോകാൻ. ടോപ്പ് ഹയസ്റ്റ് 2500 രൂപ. ഏറ്റവും ഉയരത്തിൽ പോകാൻ 2500 രൂപയാണ്. പക്ഷെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ബാർഗെയിൻ ചെയ്തിട്ട് പൈസ കുറക്കാനാവും. നമ്മളിപ്പോൾ ടീമിന് ഒരാൾക്ക് 2000 രൂപ വെച്ചിട്ടാണ്. എന്ത് പാരാഗ്ലൈഡിങ് ആണെങ്കിലും നമ്മുടെ റിസ്കിലാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളവിടെ അവർക്ക്, അതായത് ഇത് നടത്തുന്നവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും എന്നുള്ളത് നമ്മളവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ പാരാഗ്ലൈഡിങ്ങിന് പോകാൻ. ഇവിടുന്ന് അവരെ വണ്ടി വന്നിട്ട് ആ ടോപ്പ് മലേൻ്റെ മേലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പാരാഗ്ലൈഡ് ചെയ്തിട്ട് താഴെ വരും. എന്നിട്ട് അവിടുന്ന് വണ്ടി പിക്കപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ എവിടെയാണോ നമ്മൾ പൈസയെല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി അന്ന് നമ്മളെ ഇറക്കി വിടും. ഇതാണ് കുളുവിലെ പാരാഗ്ലൈഡിങ്. ഇവിടെ ഓരോ കൗണ്ടർ നമ്പർ കണ്ടോ, 111. നമ്മൾ ബുക്ക് ചെയ്തത് 92, പാരാഗ്ലൈഡിങ് 92 എന്നുള്ള പോയിന്റിലാണ്. പാരാഗ്ലൈഡ് ചെയ്യാൻ 2500 രൂപ ടോപ്പ് ഹൈയസ്റ്റിന്. ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം 18 പേരെങ്ങാനും, 18 19 പേരെങ്ങാനുണ്ട്, 18 19 20 പേരെങ്ങാനുണ്ട് പാരാഗ്ലൈഡ് ചെയ്യുന്നത്. ബാക്കി ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് 2000 രൂപ വെച്ചിട്ട് കിട്ടിയിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പാരാഗ്ലൈഡിങ്. ഓരോ സ്ഥലത്ത് മേ ബി റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ പാരാഗ്ലൈഡിന് പോകണ്ടാവുന്ന ഞാൻ തോന്നുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ടീമിൻ്റെ ഇതാ. ഇവിടെ ജീപ്പ്, അവരെ ജീപ്പ് വന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂട്ടിയിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുക. ഇതാണ് നമ്മുടെ ബലൂൺ, ഫയർ ബലൂൺ. അധികം ഹൈറ്റിലൊന്നും പോകത്തില്ല. എത്ര പൈസ എന്നറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം എത്ര പൈസ. 2 സൈഡിലും ആൾക്കാർ കയറി നോക്കി. ആണ് ഫയർ ബലൂൺ. പാരാഗ്ലൈഡിങ് മണാലി അസോസിയേഷൻ ദുബി. ഡ്രോൺ ഷൂട്ടൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. 1000 രൂപയാണ് പെർ ഹെഡിന്. ഈ യാത്രക്ക് 1000 രൂപ പെർ ഹെഡ്. മറ്റേ പാരാഗ്ലൈഡിന് പെർ ഹെഡ് 2500, ഇതിന് 1000 രൂപയും. ഇത് പക്ഷെ ജസ്റ്റ് ഒരു ഹൈറ്റിൽ പോയിട്ട് താഴോട്ട് ഒരു യാത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നത് ഇത് പെർ ഹെഡിന് ജസ്റ്റ് 1000 രൂപ മാത്രം. അവർ പറക്കുന്നത് നോക്കോളെ. ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് പോകുന്നു.
4-5 ആൾക്കാരായിട്ടാണ് ഒരു ബലൂണിൽ കൊള്ളുന്നത്. ബലൂണിലുള്ള യാത്രയിൽ ഇത് തന്നെ കുറെ പേരുണ്ട്. നിങ്ങൾക്ക് ബാർഗൈൻ ചെയ്തിട്ട് പൈസ കുറക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഉറപ്പൊന്നുമില്ല. കുറെ പേരുണ്ടെങ്കിൽ ഒരു 500 രൂപക്കൊക്കെ പറ്റുമായിരിക്കും. പറ്റണം, ബാർഗൈൻ ആണല്ലോ. ഇത് പെർ ഹെഡ് 1000 രൂപ എന്നാണ് അവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മണാലിയിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. ആപ്പിളിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരൊറ്റ ആപ്പിളും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. എല്ലാ ആപ്പിൾ ചെടികളും ഒക്കെ ഇലയൊക്കെ പൊഴിഞ്ഞ് മൊത്തത്തിൽ വറ്റി വരേണ്ട പോലെയാണുള്ളത്. എന്തായാലും നിങ്ങൾ സീസൺ ടൈമിൽ, അതായത് ഒരു സെപ്റ്റംബർ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ടൈമിൽ നിങ്ങൾ മണാലിയോ അല്ലെങ്കിൽ കാശ്മീരോ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. അതിന് അവരെ കൃഷിക്കാരുണ്ടാവും, അവരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറിച്ച് കിലോ കണക്കിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ പറ്റും. അല്ല നമുക്ക് ഫോട്ടോ എടുക്കാനല്ല, ആപ്പിൾ മരത്തിൽ നിന്ന് തന്നെ നമ്മൾ കടിച്ചെടുക്കുന്ന പോലെയുള്ള ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് ഡിസംബറിലായതുകൊണ്ട് ഡിസംബർ ഏകദേശം ഞാനിപ്പോൾ ഉള്ള സമയമാണെങ്കിൽ ഡിസംബർ 17-ാം തീയതിയാണ്. ഡിസംബർ 17-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മഞ്ഞുകാലമാണ്, പക്ഷേ മഞ്ഞൊന്നും ഇല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആപ്പിൾ തോട്ടത്തിൽ ഒരൊറ്റ ആപ്പിളും കാണാത്ത, ആപ്പിളിൻ്റെ ഇല പോലുമില്ല. മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞ് മഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ അവസാന വാരത്തോടുകൂടി ഒരു ക്രിസ്മസ് അടുപ്പിച്ച് ജനുവരി 1 കൂടിയൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ് നിറഞ്ഞ് നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞെത്തി നമ്മളിപ്പോൾ കുളുവിലെ റിവർ റാഫ്റ്റിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കുളു എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആക്ടിവിറ്റി ഉണ്ട്. നമുക്ക് നേരത്തെ കണ്ട പോലെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്, ഫയർ ബലൂൺ ഉണ്ട്, ഇതുപോലെ റിവർ റാഫ്റ്റിംഗ് പോയിന്റ് അടുത്തടുത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിൽ അതിൻ്റെ ബുക്കിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ മിസ്സായിട്ടുള്ള നഗർകാസിലാണ്. അത് നമ്മൾ ഇങ്ങനെ ടീമായിട്ട് വരുമ്പോൾ നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സാവും. അത് സ്വാഭാവികമാണ്. അതും കൂടി നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഗായ്സ് കുളുവിൻ്റെ റിവർ റാഫ്റ്റിംഗ് പോയിന്റ് ആണ്. ഇതിന് മേലെയും, അതായത് നമ്മൾ വന്ന റിവർ റാഫ്റ്റിംഗ് പോയിന്റ് ഇങ്ങനെ താഴെയാണ്. ഇതിന് മേലെയും ഒക്കെ ഉണ്ട് കേട്ടോ റിവർ റാഫ്റ്റിംഗ് പോയിന്റ്. പ്രൈസ് എത്രയാന്നുള്ളത് ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ ചോദിച്ചിട്ട് എത്രയാ പ്രൈസ് റിവർ റാഫ്റ്റിങ്ങിന് എത്തിയുള്ളത്. എന്തായാലും റിവർ റാഫ്റ്റ് ചെയ്യുന്ന ആള് നനയും കേട്ടോ. അതാ ഇതിലാണ് നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യാം. എന്തായാലും നനയും നമ്മൾ. അപ്പോൾ അതിനുള്ള നനയുന്നതിനനുസരിച്ചുള്ള മാറ്റാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം റിവർ റാഫ്റ്റിങ്ങിന് വരുന്ന ആള് ചെയ്യാൻ. ഇതാണ് നമ്മളെ റിവർ റാഫ്റ്റിംഗ് പോയിന്റ്. ഇതിലൂടെ പോയിട്ടാണ് നമ്മുടെ റിവർ റാഫ്റ്റിംഗ്. ഇവിടെയൊക്കെ നമുക്ക് അതിന്റെ ബുക്കിംഗ് സെന്റർ ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. അതാ നമ്മൾ റിവർ റാഫ്റ്റ് ചെയ്യേണ്ട തോണിയോ ബോട്ടിലല്ല ബോട്ട്, റിവർ റാഫ്റ്റിംഗ് ബോട്ട് പോകുന്നുണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാണ്ട് 2 സൈഡിലും നിങ്ങൾക്ക് വേണം ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും ചോദിച്ചിട്ട് പറയാം. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് റിവർ റാഫ്റ്റിംഗ് ഉണ്ടാവട്ടോ. അത് ഓരോ ടീമിൻ്റെ അടുത്ത് ഓരോ ഡ്രസ്സായിരിക്കും. ഇങ്ങനെ റിവർ റാഫ്റ്റ് ചെയ്യാനാണ്. പിന്നെ എന്തായാലും നനയും. നമ്മളെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഉള്ളില് നമ്മുടെ നനയുന്ന ടൈപ്പിൽ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പുതിയ നല്ല നീറ്റ് ഡ്രസ്സൊക്കെ നമ്മൾ വണ്ടിയിലോ കാര്യങ്ങളോ ഒക്കെ വെച്ചാൽ മതി. ഇവിടെയൊക്കെ അതിന് ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരാൾക്ക് 500 രൂപയാണ് റിവർ റാഫ്റ്റിങ്ങിന് വരുന്നത്. അത് ടീമായിരിക്കും.
ഒരു ടീമിൽ 5 പേരടങ്ങുന്ന ടീമാണെന്ന് തോന്നുന്നു. ഒരാൾക്ക് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ വലിയ റേറ്റ് ഒന്നുമല്ല. പിന്നെ ബാർഗെയിൻ ചെയ്ത് കുറക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഓരോ ടീമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ നോക്കുക. ഇവിടെയൊക്കെ ബുക്കിംഗ് സെന്റർ ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ഫെസിലിറ്റീസും ഉണ്ട്, ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട ഫെസിലിറ്റീസും. ഇതിന് വേറെന്തോ പേര് പറയും, പക്ഷെ ചിക്കൻ ചാവൽ, സാധാ ചിക്കൻ കറിയും നമ്മളെ ചോറും. ചിക്കൻ കറിയും ചോറും മലയാളത്തിൽ. അതാണ് ഹിന്ദിയിലെ ചിക്കൻ ചാവൽ. അജിത് ബ്രോ അത് തന്നെ അത് തന്നെ. നമ്മള് കുളുവില് റിവർ റാഫ്റ്റിങ്ങിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കഴിക്കുന്നത്. അവരെ ട്രഡീഷണൽ ചമ്മന്തിയും അച്ചാറും ഒക്കെ. കുളുവിലെ ITBP ക്യാമ്പ് ഓഫീസാണ് കേട്ടത്. കുളുവിൽ ITBP ഓഫീസും അവരെ ITBP ഉദ്യോഗസ്ഥരെ താമസ സൗകര്യത്തിലുള്ളത് ഈ മതിലിന്റെ തൊട്ടപ്പുറം. ഇതാണ് റിവർ റാഫ്റ്റിംഗ് എൻഡ് പോയിന്റ് ആണ്. ഇത് റിവർ റാഫ്റ്റ് ചെയ്ത് എത്തുന്ന എൻഡ് പോയിന്റ് ആണ്. ലാസ്റ്റ് ആണ്, കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാണ് എൻഡ് പോയിന്റ് എത്തും. നമ്മളവിടെ വണ്ടി ഇറക്കിയിട്ട് വണ്ടി ഇവിടെ വന്നിട്ടാണ് നമ്മളെ പിക്കപ്പ് ചെയ്യുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം ആക്കാനുള്ള ധാബകളും മാഗി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഫുഡ് കോർട്ടുകളും ഉണ്ട്. ആ പോയിന്റിലൊക്കെയാണ് എത്തുന്നത്. ഇങ്ങനെയാണ് റിവർ റാഫ്റ്റ് ചെയ്തത്. ഇത് നമ്മുടെ ടീം വന്നതാണ്. ഇവിടുന്ന് ടീം വരുന്നുണ്ടോ? ബൈ ബൈ മണാലി, we will see you soon. എല്ലാവരും നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റുകയാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അന്ന് നമ്മൾ മണാലിയിലേക്ക് പോകുമ്പോൾ രാവിലെ നിർത്തിയ അതേ ഹോട്ടലിലും അതേ സ്ഥലത്തുമാണ് നമ്മൾ ഇന്നിപ്പോൾ തിരിച്ച് മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ. നമ്മൾ നേരം വൈകിട്ട് പോയോണ്ടാണ് ബസ്സുകളൊന്നും ഇല്ലാണ്ടിരുന്നത്. നോക്കിയാൽ എത്രയാ വോൾവോ ബസ്സുകൾ സ്ഥിരം സ്ഥലമാണെന്ന് തോന്നുന്നു. അതായത് വോൾവോ ബസ്സുകൾ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഡെസ്റ്റിനേഷൻ യാത്രയിലേക്കുള്ള മണാലിയിലേക്ക്, അല്ലെങ്കിൽ മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിലേക്കുള്ള ഫുഡ് കഴിക്കേണ്ട സ്ഥിരം പോയിന്റാന്ന് തോന്നുന്നു ഈ സ്ഥലം. അതായത് ന്യൂ നീളം ധാബ. ന്യൂ നീളം ധാബ. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബീച്ച് വ്യൂ ഗസ്റ്റ് ഹൗസ്. ഇവിടെ നമ്മൾ വീണ്ടും രാവിലെ കാശ്മീരി ഗേറ്റ് ബസ് ടെർമിനലിലെത്തി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് മണാലിയിലേക്ക് പോകാനുള്ള ഫ്ലെക്സി ബസ് ആയിക്കോട്ടെ, യോലോ ബസ് ആയിക്കോട്ടെ, ഹിമാചൽ ട്രാൻസ്പോർട്ടിന്റെ ബസ് ആയിക്കോട്ടെ ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഇറങ്ങുക. ഈ കാശ്മീരി ഗേറ്റ് ബസ് ടെർമിനലിൽ വരിക, റാണപ്രതാപ് ബസ് ടെർമിനലിൽ വരിക. എന്തെടുക്കുക? നമ്മൾ ബസ് എടുത്തിട്ട് മണാലിയിലേക്ക് പോവാം. ഇതൊക്കെ നൈറ്റ് ആകുമ്പോഴത്തേക്ക്, ഈവനിങ് ആകുമ്പോഴത്തേക്ക് എല്ലാം ഓപ്പൺ ആകും കേട്ടോ. ഇതാണ് കേട്ടോ കാശ്മീരി ഗേറ്റ് റാണപ്രതാപ് ബസ് ടെർമിനൽ. ഇവിടുന്നാണ് നമുക്ക് മണാലിയിലേക്കും അങ്ങോട്ടേക്കെല്ലാം ഉള്ള ബസ് കിട്ടുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ അങ്ങോട്ടേക്കാണ് മെട്രോയിലേക്ക് പോകേണ്ടത്. മെട്രോ സ്റ്റേഷൻ. അജിത് ബ്രോ ഇങ്ങോട്ടേക്കാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അതാണ് കാശ്മീരി ഗേറ്റ് ബസ് ടെർമിനൽ. ഇതാണ് കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ, ഗേറ്റ് നമ്പർ 7. നമ്മൾ ഗേറ്റ് നമ്പർ 7 വഴിയല്ല വരുമ്പോൾ വന്നത്,
ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ഗേറ്റ് ഉണ്ട്, അവിടെയാണ്. ഇതാണ് കാശ്മീരി ഗേറ്റ്. 20 രൂപയാണ് കാശ്മീരി ഗേറ്റിൽ നിന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമുക്ക് മെട്രോ പ്ലാറ്റ്ഫോം നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക്. അയ്യോ, മെട്രോ പ്ലാറ്റ്ഫോം നമ്പർ ഏതിലാണെന്ന് നോക്കിയിട്ട് നമുക്ക് കയറാം. ഈ യെല്ലോ ലൈനിലാണ് നമുക്ക് പോകേണ്ടത് താഴോട്ടേക്ക്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് യെല്ലോ ലൈനിലാണ്. ഡൗൺ പോവാം. കാശ്മീരി റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. യെല്ലോ ലൈൻ പക്കടനാന്നാ പറഞ്ഞു. യെല്ലോ ലൈൻ പിടിക്കാനാ പറഞ്ഞു. ഏതാന്നായിരിക്കും കയറിയത്. കയറിയൊക്കെ വരണ തിരക്ക് വന്നു. വീണ്ടും അണ്ടർഗ്രൗണ്ട്. ഫുൾ ഓഫ് അണ്ടർഗ്രൗണ്ട് ആണ്. അണ്ടർഗ്രൗണ്ട് തിരക്കാണ്. മരണത്തിരക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിരക്ക്. രണ്ടാമത്തെ സ്റ്റോപ്പാണ് കാശ്മീരി ഗേറ്റ്. അങ്ങനെ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഡൽഹി റെയിൽവേ സ്റ്റേഷൻ, ഇതാണ് എക്സിറ്റ്. റെയിൽവേ സ്റ്റേഷൻ. നേരെ എസ്കലേറ്റർ കയറി എക്സിറ്റിലേക്ക് പോകും. ഈ എക്സിറ്റ് പോയിട്ട് ബാഹറിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിറ്റ് ഓൺലി എഴുതിയിട്ടില്ല ഇവിടെ. ഇതിലൂടെ പോയിട്ട് നോക്കാം. റൈറ്റ് എയർപോർട്ട്, ലെഫ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ്. അവിടെ ഗേറ്റിന്റെ അടുത്ത് നിന്ന ചേട്ടൻ പറഞ്ഞു. നമുക്ക് നോക്കാം. ഇല്ല, കുമ്പവണ്ടി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് എക്സിറ്റ്. അത് ഇങ്ങോട്ടേക്കാണ്. അവിടെ നിന്ന ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. യെസ്, ഇതാണ് നമ്മുടെ എക്സിറ്റ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ്, റൈറ്റിലേക്ക് ഓട്ടോ സ്റ്റാൻഡ്. ഇങ്ങോട്ടേക്കാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ വി വിൽ മീറ്റ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ നോക്കി മെട്രോ സ്റ്റേഷൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക്. പകൽ വെളിച്ചത്തിൽ നമ്മുടെ സ്വന്തം ഡൽഹി. ഇത് എയർപോർട്ടിലേക്ക് പോകേണ്ട എക്സ്പ്രസ് ലൈനാണ് കേട്ടോ. അത് ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. 1 തൊട്ട് 16 ട്രാക്ക് ഉണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോംസ് ഉണ്ട്, 16 പ്ലാറ്റ്ഫോംസ്. ഇവിടെ KFC ഒക്കെ കാണാം. ഭക്ഷണം കഴിക്കണമെങ്കിൽ KFC ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ മണാലിയിൽ നിന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം ബൈ.